ദേശീയപാത പാണ്ഡികശാലയിൽ സർവീസ് റോഡിന്റെ സൈഡ് ഭിത്തിയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. അപകട ഭീഷണി ഉയർത്തുന്ന പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരസംഗമം നടത്തി. ദേശീയപാത പാണ്ഡികശാലയിൽ സർവീസ് റോഡിന്റെ സൈഡ് ഭിത്തിയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്നതായി പരാതി വ്യാപകമാകുന്നു. അപകട ഭീഷണി ഉയർത്തുന്ന പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തിയത്. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ഡികശാലയിൽ പ്രതിഷേധ സമരസംഗമം നടത്തി. ഇതുവരെയുള്ള ഈ സമരത്തിന്റെ കൃത്യമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ എന്തൊക്കെയെന്ന് കൃത്യമായി നമ്മളോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സമരസമിതി ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളും നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. വലിയ റോഡ് വേണം, വലിയ ബിൽഡിംഗ് വേണം, വലിയ വിമാനത്താവളങ്ങൾ വേണം, വലിയ പോർട്ടുകൾ വേണം, വലിയ തീവണ്ടി പാതകൾ വേണം. ഇതൊക്കെയാണ് നമ്മുടെ വികസനത്തിന്റെ സങ്കല്പം. കുത്തനെയുള്ള കയറ്റം മൂലം ഭാരമുള്ള വാഹനങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ ഇവിടെ പതിവാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന സർവീസ് റോഡ് വീതിയില്ലാത്തതിനാൽ മണിക്കൂറുകളാണ് ഗതാഗത തടസ്സം അനുഭവിക്കുന്നതെന്ന് പ്രതിഷേധ സമരസംഗമം ഉന്നയിച്ചു. സർവീസ് റോഡ് സ്ട്രൈറ്റ് ആയിട്ട് പോയില്ലെങ്കിലുള്ള പ്രശ്നമാണ് വലിയ പ്രശ്നം. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സമരസംഗമത്തിൽ പങ്കെടുത്തു. VP സക്കറിയ അധ്യക്ഷനായി. അബ്ദുറഹ്മാൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PP ഗണേശൻ, സലാം വളാഞ്ചേരി, സക്കീർ മൂടാൽ, ഷാനിബ ടീച്ചർ, ഹസീന വട്ടോളി, അച്യുതൻ, TP അബ്ദുള്ളക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. VP അബ്ദുൾ അസീസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.